ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നന്ദന രാഹുൽ. ആൻഡ് ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഗൂഗിൾ വെരിഫിക്കേഷൻ ഇമെയിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഓക്കെ, കം ലെറ്റ്സ് ഗോ ദ വീഡിയോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു മെയിൽ വന്നിരുന്നു, വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ ഒരു മെയിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ യൂഷ്വലി മെയിൽ കയറി ചെക്ക് ചെയ്തു. അപ്പോൾ അതിൽ വെരിഫൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെരിഫൈയിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ID പ്രൂഫ് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ആധാർ, അങ്ങനെ എന്തെങ്കിലും ഒരു ID പ്രൂഫ് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ ആധാറിൻ്റെ ഫോട്ടോ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ആധാർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആധാറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ കുറച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് വന്നു. കോമൺലി കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ച ഫോട്ടോ ഇപ്പം ഞാൻ അങ്ങനെ കൊടുക്കാൻ കാരണം, ഞാൻ എൻ്റെ വീട്ടിലില്ലായിരുന്നു, അമ്മയുടെ വീട്ടിൽ ആയിരുന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിലില്ലായിരുന്നു, എൻ്റെ വീട്ടിൽ പോയിരുന്നു, പാരിപ്പള്ളിയിൽ എൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ വേറെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ടല്ല പോയത്, അവിടെ ഒന്നും ഇരിപ്പില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തു, ആധാറിൻ്റെ ഫോട്ടോ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആധാറിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതിൽ നെയിം ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ ഉള്ള എൻ്റെ നെയിം ആയിരിക്കും അതിൽ കൊടുക്കാനുള്ളതെന്ന്. പക്ഷേ അതല്ല കൊടുക്കേണ്ടിയിരുന്നത്. ID പ്രൂഫിൽ എന്താണോ നെയിം അതാണ് കൊടുക്കേണ്ടുന്നത്. പക്ഷേ ഞാൻ കൊടുത്തത് യൂട്യൂബിൽ നന്ദന രാഹുൽ എന്നായിരുന്നു. നന്ദന രാഹുൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തപ്പോൾ വെരിഫിക്കേഷൻ ഫെയിൽഡ് ആയപ്പോൾ ഞാൻ ആകെ പേടിച്ചു. കാരണം വെരിഫിക്കേഷൻ ഫെയിൽഡ് ആയിക്കഴിഞ്ഞാൽ മൊത്തം എനിക്ക് തോന്നുന്നു 3 അറ്റംപ്റ്റ് അങ്ങണ്ടേ ഉള്ളൂ വെരിഫിക്കേഷൻ. 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അക്കൗണ്ട് സസ്പെൻഡ് ആവും എന്ന് പറഞ്ഞിരുന്നു. എന്നും കൂടി പറഞ്ഞാണ് മെയിൽ വന്നിരുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് ആകെ പേടിച്ചുപോയി. അപ്പം പിന്നീട് അതിൽ ആക്ഷൻ കൊടുത്തപ്പോൾ അതിൽ വന്നതുമില്ല. അതെനിക്ക് അറിയില്ലായിരുന്നു, ആരും പറഞ്ഞു തരാനും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ പിന്നീട് ആക്ഷൻ കൊടുത്തപ്പോഴും വന്നില്ല. അങ്ങനെ 24 hours കഴിഞ്ഞ് ഞാൻ അവരെ മെയിൽ അയച്ചു, കോണ്ടാക്ട് ചെയ്ത്. അങ്ങനെ അവർ പറഞ്ഞു 24 hours റെഡിയാവും, എന്നിട്ടൊന്നും കൂടെ ചെയ്യാം, ശ്രദ്ധിച്ച് ചെയ്യണം, ഫോട്ടോ ശ്രദ്ധിച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 24 hours വെയിറ്റ് ചെയ്തു. 24 hours വെയിറ്റ് ചെയ്തപ്പോൾ വീണ്ടും പഴയ പോലെ ഒരു മെയിൽ വന്നിട്ട് വെരിഫിക്കേഷന് കൊടുക്കാനായിട്ട് വന്നു. അപ്പം വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു, എനിക്കൊന്നു ഞാൻ സെക്കൻഡ് ടൈം വെരിഫിക്കേഷൻ ചെയ്തത് പാസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മൈ ഒപ്പീനിയനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പം കറക്റ്റായിട്ട് ആ ഫോട്ടോ എടുക്കുക. അതൊന്ന് ബ്ലറാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാഡോയോ ലൈറ്റോ അങ്ങനെ ഒന്നും പാടില്ല. ക്ലിയറായിട്ട് നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. അല്ലാത്ത പക്ഷം അത് വീണ്ടും ഫെയിൽഡ് ആവും. ഫസ്റ്റ് അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് രണ്ടാമത് മെയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും വെരിഫിക്കേഷനിൽ വെരിഫൈ കൊടുത്തപ്പോഴത്തേക്ക് ഇതുപോലെ പാസ്പോർട്ടിൻ്റെ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. പാസ്പോർട്ടിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരു ഇത് വന്നു. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് വെച്ചിട്ട് ഷാഡോ ഒന്നും വീഴാത്ത, ബ്ലറാവാത്ത പോലെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ബ്ലറായി. ഇത് ഫെയിൽഡായി. എന്ന് വെച്ചാൽ ഫുൾ ഫെയിൽഡായില്ല. റീടേക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വീണ്ടും വന്നു. ഞാൻ വിചാരിച്ചു ബ്ലറായപ്പോൾ വീണ്ടും അത് ഫെയിൽഡ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ ഭാഗ്യത്തിനായില്ല. റീടേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു. വീണ്ടും കറക്റ്റായിട്ട് ആ 4 എൻഡും പിടിച്ച് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വളരെ ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിൽ വേറെ പേടിക്കണമെന്നില്ല. പക്ഷെ ഞാൻ അന്ന് ഒരുപാട് ടെൻഷൻ അടിച്ചു. ഇനി വീണ്ടും ഫെയിലാവോ, ഇനി എനിക്കത് വരില്ല, എൻ്റെ അക്കൗണ്ട് പോവുമോ എന്നെല്ലാം പേടിച്ച് കുറേ പേരെ വിളിച്ച് ചോദിച്ച്. അപ്പോൾ എല്ലാവരും എന്നെ ആശ്വസിപ്പിച്ചു.
പിന്നെ മിഥുൻ എന്ന് പറയുന്നൊരു പയ്യനാണ് എനിക്ക് പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, പേടിക്കേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടായിരുന്നു, അങ്ങനെയൊന്നും പോകത്തില്ല, നീ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിച്ച് സെക്കൻഡ് ടൈം ഇതുപോലെ ചെയ്തു. ഫസ്റ്റ് ബ്ലറായതുകൊണ്ട് ചെയ്തില്ല, ബ്ലറായതുകൊണ്ട് അത് ക്യാൻസലായി. ഒന്നും കൂടെ റീടേക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു, വീണ്ടും അത് ചെയ്തപ്പം ഐഡൻറ്റിഫിക്കേഷൻ, വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി, അത് സക്സസ്ഫുള്ളായി മെയിൽ വന്നു. അപ്പോൾ ആരും എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ആരും ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ പേടിക്കാതിരിക്കുക, അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. 3 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ, ഇങ്ങനെ ഈ ഗൂഗിളിൽ നിന്ന് പറഞ്ഞിട്ട് മെയിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും മെയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ശ്രദ്ധിച്ച് ചെയ്യുക, ടെൻഷൻ ആവണ്ട, ശ്രദ്ധിച്ച് ചെയ്യുക. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ അതുപോലെ ഫോളോ ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി അടുത്ത മെയിൽ എനിക്ക് വന്നിട്ടുണ്ട്, വെരിഫൈ യുവർ, ഇത് കഴിഞ്ഞ ശേഷം എനിക്ക് വന്ന മെയിലാണ്, വെരിഫൈ യുവർ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിരുന്നു. അപ്പം അതിൽ മെയിൽ വന്നതെന്ന് പറഞ്ഞാൽ ഒരു പിൻ നമ്പർ അവർ തരും. പിൻ നമ്പർ അവർ മെയിൽ അല്ലാണ്ട് പോസ്റ്റ്മാൻ വഴി നമ്മളെ വീട്ടിലെത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെത്തിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഡൗട്ടുള്ളവർ കയറി നോക്കുക. എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇതൊക്കെ വന്നപ്പോൾ തന്നെ അത്രയും പേടിച്ചു പോയത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിതിൽ ഷെയർ ചെയ്ത് തരും. ഇഷ്ടപ്പെടുന്നവർ കാണുക, അറിഞ്ഞൂടാത്തവർ കാണുക. എനിക്കുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. സോ അപ്പം ഈ വെരിഫൈ യുവർ അഡ്രസ്സ് എന്ന് വന്നതും ആ പിൻ നമ്പറിനെ കുറിച്ചൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. ഞാൻ ചെയ്ത് കഴിയുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.